ഗാസ യുദ്ധം ഇസ്രായേലിനെ എങ്ങനെയാണ് ബാധിച്ചത്? വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഇസ്രായേൽ എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോഴിതാ ഇക്കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുറന്നു പറഞ്ഞിരിക്കുന്നു. ഗാസയിൽ ഇസ്രായേലിന് വലിയ വില നൽകേണ്ടി വന്നു എന്നാണ് നെതന്യാഹു പറയുന്നത്. US പ്രസിഡന്റ് ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു. ട്രംപിനെ ഇസ്രായേൽ പാർലമെൻറ്റിന് വേണ്ടി സ്വാഗതം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു നെതന്യാഹുവിൻ്റെ വെളിപ്പെടുത്തൽ. ഗാസയിൽ ഇസ്രായേലിന് നിരവധി സൈനികരെ നഷ്ടമായി. മാത്രമല്ല പല രാജ്യങ്ങളും ഇസ്രായേലിന് എതിരാവുകയും ചെയ്തു. ഹമാസിൻ്റെ പ്രചാരവേലകളിൽ ഈ രാജ്യങ്ങൾ വീണെന്നാണ് നെതന്യാഹുവിൻ്റെ വിശദീകരണം. ഇതെല്ലാം വലിയ തിരിച്ചടിയായി മാറിയെന്നും നെതന്യാഹു പറയുന്നു. സൈനികരുടെ മനസ്സിനും ശരീരത്തിനും ഗുരുതരമായി പരിക്കേറ്റു. പക്ഷേ സൈനികർ ശത്രുവിന് മുന്നിൽ കീഴടങ്ങിയില്ല. ശത്രുവിന് ഇസ്രായേലിൻ്റെ നിശ്ചയദാർഢ്യം ബോധ്യമായെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. മാത്രമല്ല ഹമാസിനും ഇറാനുമെതിരെ വിജയം നേടിയെന്നും നെതന്യാഹു പറഞ്ഞു. ഗാസ സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മുന്നോടിയായാണ് ട്രംപ് ഇസ്രായേലിലെത്തിയത്. ട്രംപ് പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്തു. ഇസ്രായേൽ പാർലമെൻറ്റായ നെസറ്റിനെയാണ് ട്രംപ് അഭിസംബോധന ചെയ്തത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം നെസറ്റിലെത്തിയ ട്രംപിനെ എഴുന്നേറ്റ് നിന്ന് കയ്യടികളോടെയാണ് അംഗങ്ങൾ സ്വീകരിച്ചത്. ഇസ്രായേൽ പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്നതിന് തൊട്ടുമുമ്പ് ബന്ദികളുടെ കുടുംബങ്ങളുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തി. ഇസ്രായേൽ സന്ദർശനത്തിന് പിന്നാലെ ട്രംപ് ഈജിപ്തിലേക്ക് തിരിച്ചു. ചെങ്കടൽ തീരത്തെ ഷാമൽ ഷെയ്ഖ് നഗരത്തിലെ സ്വകാര്യ റിസോർട്ടിലാണ് ഉച്ചകോടി നടക്കുന്നത്. ട്രംപിനൊപ്പം ഉച്ചകോടിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പങ്കെടുക്കുമെന്നായിരുന്നു ആദ്യം ലഭിച്ച വിവരം. പിന്നീട് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത് നിഷേധിക്കുകയായിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയ സ്റ്റാമർ, തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ, ഇറ്റലി പ്രധാനമന്ത്രി ജോർജ മെലോനി, സ്പെയിൻ പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങി 20ഓളം ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക, പശ്ചിമേഷ്യയിൽ സമാധാനം നിലനിർത്തുക, ഇതിനുവേണ്ട നടപടികളാണ് ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുന്നത്. അതിനിടെയാണ് സൈനിക നടപടി അവസാനിച്ചിട്ടില്ലെന്ന മുന്നറിയിപ്പ് നൽകി നെതന്യാഹു രംഗത്ത് വന്നത്. ഇപ്പോഴും നമ്മുടെ മുന്നിൽ വലിയ സുരക്ഷാ വെല്ലുവിളികളുണ്ട്. നമ്മുടെ ശത്രുക്കളിൽ ചിലർ വീണ്ടും നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഈ വെല്ലുവിളി നേരിടുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് നെതന്യാഹു പറയുന്നത്.